ലോഗോസ് 2024 എപ്പിസോഡ് 4. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യായാധിപന്മാർ 8, 9, 10. ചോദ്യം 1. മിദിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തത് എന്തെന്ന് ചോദിച്ച് ഗിദെയോനെ നിഷ്കുന്നം കുറ്റപ്പെടുത്തിയത് ആര്? ഉത്തരം: എഫ്രായിംകാർ. ചോദ്യം 2. മിദിയാൻ പ്രഭുക്കളായ ഒറേബിനെയും സേബിനെയും ദൈവം ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം: എഫ്രായിംകാരുടെ. ചോദ്യം 3. ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുക, അവർ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഗിദെയോൻ പറഞ്ഞത് ആരോടെല്ലാം? ഉത്തരം: സുക്കോത്തിലെയും പെനുവേലിലെയും ജനങ്ങളോട്. ചോദ്യം 4. സെബായെയും സൽമുനായെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചിന്തിക്കീറുമെന്ന് ഗിദെയോൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: സുക്കോത്തിലെ ജനങ്ങളോട്. ചോദ്യം 5. വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും എന്ന് ഗിദെയോൻ പറഞ്ഞത് ആരോട്? ഉത്തരം: പെനുവേൽ നിവാസികളോട്. ചോദ്യം 6. സെബായെയും സൽമുനായെയും 15,000 ഭടന്മാരോട് കൂടെ താവളമടിച്ചിരുന്നത് എവിടെ? ഉത്തരം: കാർഖോറിൽ. ചോദ്യം 7. സെബായെയും സൽമുനായെയും പിന്തുടർന്ന് പിടിച്ച് ഗിദെയോൻ പടകളത്തിൽ നിന്ന് മടങ്ങിയത് ഏതുവഴി? ഉത്തരം: ഹെറേസ് കയറ്റം വഴി. ചോദ്യം 8. സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എത്ര ആളുകളുടെ പേരുകളാണ് ഗിദെയോന് എഴുതിക്കൊടുത്തത്? ഉത്തരം: 77. ചോദ്യം 9. സെബായെയും സൽമുനായെയും കൊല്ലാൻ ഗിദെയോൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: തൻ്റെ ആദ്യജാതനായ യെതീറിനോട്. ചോദ്യം 10. നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ആവശ്യപ്പെട്ട ഇസ്രായേൽ ജനത്തോട് ഗിദെയോൻ പറഞ്ഞതെന്ത്? ഉത്തരം: കർത്താവ് നിങ്ങളെ ഭരിക്കും. ചോദ്യം 11. ഗിദെയോന് ലഭിച്ച സ്വർണ്ണ കുന്തലങ്ങളുടെ തൂക്കം എത്ര? ഉത്തരം: 1200 ഷെക്കൽ. ചോദ്യം 12. സ്വർണ്ണ കുന്തലങ്ങൾ ഗിദെയോൻ എന്തു ചെയ്തു? ഉത്തരം: ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രയിൽ സ്ഥാപിച്ചു. ചോദ്യം 13. ഗിദെയോന്റെ കാലത്ത് ഇസ്രായേലിൽ ശാന്തി നിലനിന്നത് എത്ര വർഷം? ഉത്തരം: 40. ചോദ്യം 14. ഗിദെയോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം: 70. ചോദ്യം 15. ഗിദെയോന് ഷെക്കീമിലെ ഉപനാരിയിലുണ്ടായ പുത്രന്റെ പേര്? ഉത്തരം: അബിമേലെക്ക്. ചോദ്യം 16. ബൽബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിനാണയം എടുത്ത് ഷെക്കീം നിവാസികൾ കൊടുത്തത് ആർക്ക്? ഉത്തരം: അബിമേലെക്കിന്. ചോദ്യം 17. ഒളിച്ചിരുന്നത് കൊണ്ട് അബിമേലെക്കിൽ നിന്ന് രക്ഷപ്പെട്ട ജെറുബ്ബാലിന്റെ ഇളയ പുത്രൻ ആര്? ഉത്തരം: യോത്താം. ചോദ്യം 18. ഷെക്കീം നിവാസികൾ അബിമേലെക്കിനെ രാജാവായി വാഴിച്ച് എന്നറിഞ്ഞ യോത്താം ഏത് മലയുടെ മുകളിൽ കയറി നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഗരിസീം മലയുടെ. ചോദ്യം 19. ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിൽ യോത്താം അബിമേലെക്കിനെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? ഉത്തരം: മുൾപടർപ്പിനോട്. ചോദ്യം 20. യോത്താം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് താമസിച്ചത് എവിടെ? ഉത്തരം: ബേറിൽ. ചോദ്യം 21. അബിമേലെക്ക് എത്ര വർഷം ഇസ്രായേലെ ഭരിച്ചു? ഉത്തരം: 3. ചോദ്യം 22. അബിമേലെക്കിനും ഷെക്കീം നിവാസികൾക്കും ഇടയിൽ ദൈവം അയച്ചത് ആരെ? ഉത്തരം: ഒരു ദുരാത്മാവിനെ. ചോദ്യം 23. ഗാൽ ആരുടെ പുത്രൻ? ഉത്തരം: ഏബദ്. ചോദ്യം 24. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? ഉത്തരം: തോല. ചോദ്യം 25. തോലയുടെ പിതാവ്? ഉത്തരം: പൂവ. ചോദ്യം 26. തോല ഇസ്രായേലിനെ എത്ര വർഷം നയിച്ചു? ഉത്തരം:
23. ചോദ്യം 27. ജായർ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷം? ഉത്തരം 22. താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യുക.